നമസ്കാരം. ധനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ 2024 നടത്തിയ കേരള പേസ് നടത്തിയ എക്സാമുകളുടെ ആവർത്തന ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ചോദ്യോത്തരവും വേഗം പഠിക്കാം. ഫസ്റ്റ് വൺ, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് ഏത്? അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് ആസ്തനോസ്ഫിയർ. നെക്സ്റ്റ് വൺ, താഴെ നൽകിയിട്ടുള്ളതിൽ മീസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആൻസർ വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. നെക്സ്റ്റ്, കാരക്കോറം, സസ്കർ, പീർപ്പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാശ്മീർ ഹിമാലയം. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാപ്പി. ഷാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? ഇളമ്പലാരി മല. ഇളമ്പലേരി കുന്നുകൾ എന്നൊക്കെ റാങ്ക് ഫയലുണ്ടാവും. ഇളമ്പലാരി മല. നെക്സ്റ്റ് വൺ, ചന്ദ്രനിലെ ശിവശക്തി പോയിൻ്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് സി, സിംബലിസ് എൻ. ശിവശക്തി, ചന്ദ്രൻ ശിവശക്തി പോയിൻ്റ്, ചന്ദ്രനിലെ ശിവശക്തി പോയിൻ്റ് മാൻസിനസ് സി, സിംബലിസ് എൻ എന്ന ഗർത്തത്തിനിടയിലാണ്. നെക്സ്റ്റ് വൺ, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ്? നീതി ആയോഗ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? എം.എസ്. സ്വാമിനാഥൻ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ്? നബാർഡ്. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? പണപ്പെരുപ്പം. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓപ്ഷൻ ബി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാരാണ്? നിർമ്മല സീതാരാമൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ആൻസർ ഓപ്ഷൻ ബി, ബിയും സിയും ശരിയാണ്. നോക്കാം നമുക്ക്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42-ാം ഭേദഗതിയിലൂടെയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്ത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ആൻസർ ഓപ്ഷൻ ബി, എയും ബിയും ഡിയും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. സോ സി നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് കണ്ടെത്തുക. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ. ചേരുംപടി ചേർക്കുക. അടിയന്തരാവസ്ഥ, ഭരണഘടനാ ഭേദഗതി, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, അവശിഷ്ടാധികാരങ്ങൾ ഒരു സൈഡിൽ. സൗത്ത് ആഫ്രിക്ക, ജർമ്മനി, കാനഡ, അമേരിക്ക. നോക്കാം നമുക്ക്. ആൻസർ ഓപ്ഷൻ ഡി, അടിയന്തരാവസ്ഥ പറയുമ്പോൾ ജർമ്മനി. നമുക്കറിയാം അടിയന്തരാവസ്ഥ ജർമ്മനി. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. ഒന്നുകൂടി. അടിയന്തരാവസ്ഥ ജർമ്മനി, ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക, ഉപരാഷ്ട്രപതി ചുമതലകൾ അമേരിക്ക, അവശിഷ്ടാധികാരങ്ങൾ കാനഡ. വേഗം പഠിച്ചു പോകാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. സർക്കാരിയ കമ്മീഷൻ.
ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാങ് സൂചി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ ഇസയ ബർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക് ജെ.എസ്. മിൽ. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാങ് സൂക്കി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ ഇസയ ബർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക് ജെ.എസ്. മിൽ. നെക്സ്റ്റ് വൺ, നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2023 സെപ്റ്റംബർ 20. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കളിത്തട്ട്. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? സ്നേഹസ്വാന്തനം. നെക്സ്റ്റ് വൺ, ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ എളുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. നെക്സ്റ്റ്, മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആൻസർ എന്താണ്? കരൾ. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ? ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, CFC, നൈട്രജൻ ഓക്സൈഡ് N2O. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ബി ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. നെക്സ്റ്റ് വൺ, 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ എസ് ഫെയ്സി. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരം. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണ്? 500 വാട്ട്. ജിയുടെ വില, ജി മീൻസ് ഗ്രാവിറ്റി അല്ലേ? ജിയുടെ വില ഗ്രാവിറ്റി ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ഭൂമിയുടെ ആകൃതിയാണ് അതിന് കാരണം. അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? പീരീഡ് 4, ഗ്രൂപ്പ് 13. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, K, Mg, Al, Si എന്നീ മൂലകങ്ങളുടെ ലോഹസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം എന്താണ്? പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. അതിൻ്റെ ലോഹസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണെന്ന് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്. പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ, പിന്നീട് മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. പൊട്ടാസ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ലോഹസ്വഭാവം കാണിക്കുക. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ
പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയം. നമുക്കറിയാം ലിഥിയം. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായിക മേളയുടേതാണ്? ഒളിമ്പിക്സ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ. അവനവനെന്നറിയുന്നതൊക്കെ ഓർത്ത് ലവലിയിൽ ആദ്യമാ ഒരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുക നവയ പരന്നു സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ആത്മോപദേശ ശതകം അല്ലേ? കുറേ അവനവനും അല്ലേ ഒക്കെ ഉണ്ട്, അതിനകത്ത് ആത്മോപദേശ ശതകം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാമാണ്? CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1ഉം 4ഉം. സാകേതം ആൻഡ് ലങ്കാലക്ഷ്മി. ശ്രീകണ്ഠൻ നായർ സാകേതം ആൻഡ് ലങ്കാലക്ഷ്മി. കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 1, 2, 3 ശരിയാണ്. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. മലമക്കളി, ദേശക്കളി എന്ന പേരുകളിലും അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താറുള്ള കളിയാണിത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ഇവരിൽ ആരെല്ലാമാണ്? ഓപ്ഷൻ ബി 2ഉം 3ഉം ആൾക്കാരാണ്. രണ്ടാമത്തേത് ശരൺകുമാർ ലിംബോള ആൻഡ് പ്രഭാവർമ്മ. എന്താണ് സരസ്വതി സമ്മാൻ? ശരൺകുമാർ ലിംബോള, പ്രഭാവർമ്മ സരസ്വതി സമ്മാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരു സമാന്തര ശ്രേണിയിലെ ദാറ്റ്സ് മാത്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗാളിൽ നിന്നും താഴെ പറയുന്നവയിൽ എന്തിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? നെല്ല്, ഉഴുതവയൽ, കനാൽ, ജലസംഭരണി. ആൻസർ ഉഴുതവയൽ. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? കുറിച്യർ കലാപം. ഓക്കെ. മെസൊപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? സിഗുറാത്തുകൾ. നെക്സ്റ്റ് വൺ, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവൻ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആത്മീയ വിദ്യാസംഘം. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. മറ്റുള്ളവ നോക്കാം. ജവഹർലാൽ നെഹ്റുവിനെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനം 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ, കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമേ പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ബനാറസ് ഹിന്ദു സർവകലാശാല. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. നെക്സ്റ്റ് വൺ, ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ RLV പേരെന്താണ്? പുഷ്പക്. ഓപ്ഷൻ ഡി പുഷ്പക് ആണ്. നെക്സ്റ്റ് വൺ, സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ആക്ടീവ് 5. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? കൃഷ്ണ. താഴെ പറയുന്നവയിൽ
ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? കൊങ്കൺ സമതലമാണ് അല്ലേ. കോറമണ്ഡൽ തീരസമതലം, വടക്കൻ സിർക്കാസ്, സുന്ദരവന പ്രദേശമൊക്കെ എന്താണ്? കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമായിട്ടുള്ളവയാണ്. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? രാജ്യസഭാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. സർവ്വ സൈന്യാധിപനാണ് രാഷ്ട്രപതി. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതും രാഷ്ട്രപതിയാണ്. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി, ഔപചാരിക ബന്ധം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1ഉം 2ഉം ശരിയാണ്. വായ്പ നിയന്ത്രിക്കാനും സർക്കാരിൻ്റെ ബാങ്കും ആണെന്ത്? ശരിയായ പ്രസ്താവനകൾ. റിസർവ് ബാങ്ക്. നെക്സ്റ്റ് വൺ, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ഓപ്ഷൻ സി, ദേശീയ ഹരിത ട്രൈബ്യൂണൽ. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? ദൂരം. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി, 2 ധ്രുവങ്ങൾക്കും തുല്യശക്തിയാണ്. കാന്തത്തിൻ്റെ പ്രത്യേകത 2 ധ്രുവങ്ങൾക്കും തുല്യശക്തിയാണ്. നെക്സ്റ്റ്, ഒഴുകുന്ന ദ്രാവകത്തിലെ കർഷണമാണ് എന്ത്? വിസ്കോസിറ്റി. ഒഴുകുന്ന ദ്രാവകത്തിലെ കർഷണമാണ് വിസ്കോസിറ്റി. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 km/h നിന്ന് 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ/സെക്കൻഡ് അതിൻ്റെ ത്വരണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 1. ഓക്കെ. വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര kWh? വൈദ്യുതി ബില്ലിലാണ്. ഓപ്ഷൻ ബി 1. 2 വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. 2 പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയായിരിക്കും? F/4 ആണ്. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെ ആണ്? ഖരത്തിലൂടെയാണ്. ഖരം ദ്രാവകം വാതകമുണ്ടെങ്കിലും ഖരത്തിലൂടെയാണ് ഏറ്റവും വേഗത്തിൽ പോവുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് SI യൂണിറ്റ് ഇല്ല പോലും. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം സ്ഥിരമായി നിലകൊള്ളും. അടുത്തത്, കാർബൺ-14 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? 8, 6. ന്യൂട്രോണുകൾ 8, പ്രോട്ടോൺ 6. ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, 6. നെക്സ്റ്റ് വൺ, അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? 99.6 ഡിഗ്രി സെൽഷ്യസ്. 99.6 ഡിഗ്രി സെൽഷ്യസ്. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ്? കോപ്പർ. Cu. ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. CH2 ഗ്രൂപ്പിനാൽ. മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത ലോഹം ഏതാണ്? മാലക്കൈറ്റ് അറിയിക്കയൽ, മാലക്കൈറ്റ് ഇക്ക. ഏതാ ലോഹമാണ്? കോപ്പർ. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. വൈദ്യചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പ് ലായനിയാണ്? 0.9%. 0.9%. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത്? അഭികാരത്തിൻ്റെ നിറം. ന്യൂക്ലിയേറ്റഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? DNA പ്രൊഫൈലിംഗ്. മനുഷ്യൻ്റെ ആദ്യ പാലിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA.
ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രാന. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ്നോമികളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലാക്റ്റിയലുകൾ. ചെറുകുടലിലെ വില്ലസിലാണെന്ന് രക്തത്തിലേക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുക. അവിടുത്തെ ലിംഫ് ഗ്ലാൻഡാണ് ലാക്റ്റിയൽസ്. ബ്ലഡ് വെസൽസും അവിടെ, അതായത് കുഴലുകളും അവിടെയുണ്ട്, ലിംഫിൻ്റെ കുഴലുകളുമുണ്ട്. ലാക്റ്റിയൽ എന്നാണ് ലിംഫ്നോമികളെ അറിയപ്പെടുക. പേശികളെ അസ്ഥികളും ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡൻ. താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഭഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് എന്താണ്? ആസ്കോമൈസീറ്റുകൾ എന്ന ഭഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് പെനീസീലിയമാണ്. പെൻസിലിനല്ല, പെനീസീലിയം എന്ന ഫഞ്ചയാണ്. പെനീസീലിയം എന്ന ഫഞ്ചൈ. അടുത്തത്, ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? നോവാവാക്സ്. വേഗം പോകാം. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ജൂലൈ 26 പ്രാധാന്യം എന്താണ്? കണ്ടൽ ദിനമായി ആചരിക്കുന്നു. നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികൾ അല്ല, പ്രാചീന മലയാളം. നെക്സ്റ്റ് വൺ, ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏതാണ്? ഖേത്രി. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? നവംബർ 12, 1936. നവംബർ 12, 1936. ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പട്ടം എ താണുപിള്ള. CSIRൻ്റെ പൂർണ്ണരൂപം എന്താണ്? ദി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാം? 1, 3, 4 ശരിയാണ്. സരോജിനി നായിഡു, നെല്ലി സെൻഗുപ്ത, ആനി ബെസൻറ്റ്. ഓക്കെ. ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെസപ്പൊട്ടോമിയൻ സംസ്കാരം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം, സുഭാഷ് ചന്ദ്രബോസ്. തെറ്റാണ്. ബാക്കി നമുക്ക് നോക്കാം. അൺഹാപ്പി ഇന്ത്യ, ലാൽ ലജ്പത് റായ്. ഇന്ത്യ ഡിവൈഡഡ്, ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. എ പാസേജ് ടു ഇന്ത്യ, EM ഫോസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ? രഘുവേന്ദ്ര തൻവാർ. നെക്സ്റ്റ് വൺ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ് വൺ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. സാമൂഹികരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മുകളിൽ പറഞ്ഞവ എല്ലാം. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. നെക്സ്റ്റ് വൺ, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? ഉത്തർപ്രദേശ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ യൂണിറ്റ് ശ്രദ്ധിക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റാണ്. ഫെർമി, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ആങ്സ്റ്റം, പ്രകാശവർഷം എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംരക്ഷിത ബലത്തിൻ്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതെല്ലാം? ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബന്ധുക്കളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഒരു ആദർശവാതകത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത വേറൊരു പി അല്ലേ. ഇതിൽ പി മർദ്ദവും പി സാന്ദ്രതയുമാണ്. ലാംഡ എന്ന് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഓക്കെ. ആൻസർ ഓപ്ഷൻ ബി, CP CV എന്നിവ തമ്മിലുള്ള അനുപാതം. പ്രഷറും വോളിയം ഒക്കെയാണ് അല്ലേ. നെക്സ്റ്റ് വൺ, ഓപ്ഷൻ ബി ഈസ് ആൻസർ. നെക്സ്റ്റ്, അതും വേണ്ട.
26 നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വിസ്റ്റൻസ് ബ്രിഡ്ജാണ്. ജി എന്നത് ഒരു ഗാലനോമീറ്ററുമാണ്. ഗാലനോമീറ്ററിൻ്റെ കറണ്ട് എത്രയാണ്? 0 ആമ്പിയർ. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എക്സ്പിഒസാറ്റ്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. ഇതിൽ ശരി ഉത്തരം ഏതാണ്? 1, 2, 3 ശരിയാണ്. ആദ്യത്തെ L1 അല്ലേ? L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇതിലാകെ 7 പെലോഡുകളാണ് ഉള്ളത്. ഇത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെ പഠനം നടത്തുന്നുണ്ട്. നൽകിയിരിക്കുന്ന ഉപശിലകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജം ഉള്ളത്? 3D. ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? 16 ഗ്രൂപ്പ് മൂലകങ്ങൾ കാൽക്കജൻസ്. തന്നിരിക്കുന്നവയിൽ ഒക്ടേറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ്? PCl5. STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിൻ്റെ വ്യാപ്തം കാണുക. 44.8 L. നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഹെൻട്രീസ് നിയമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്? HC സെൽ, മെർക്കുറി സെല്ലാണ്. മോൾസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? നിക്കൽ, Ni. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരു ജീനിൻ്റെ ഒന്നിലധികം പ്രഭാവം പ്ലിയോട്രോപ്പിസം എന്ന് അറിയപ്പെടുന്നു. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾ ലിനിയസ്. ജേക്കബ്സൺസ് ഓർഗൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗന്ധം. തന്നിരിക്കുന്നവയിൽ വീഡ് കില്ലർ കളനാശിനി ആയി ഉപയോഗിക്കുന്നത് ഏതാണ്? 24D. ലോക അൾഷിമേഴ്സ് ദിനം ആയി ആചരിക്കുന്ന ദിനം ഏതാണ്? സെപ്റ്റംബർ 21. ഗാമ ടോക്കോഫറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ ഇ, ടോക്കോഫറോൾ. ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ഏതാണ്? ഡോട്ട്സ്. ബേർഡ് ഐ മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നുമാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്? മിസോറാം. ഒരു വാട്ടർ ടാങ്കിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ മാത്സ് ആണല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.